CPM-ന് ഇക്കുറി കിട്ടിയ ഏറ്റവും വലിയ ആഘാതം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പോയി എന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായി CPM-ൻ്റെ കുത്തകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അവിടെ നടന്നിരുന്ന അഴിമതികൾ, സ്വജനപക്ഷപാതമൊക്കെ ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ഗൗരവമേറിയതായിരുന്നു. CPM-ൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാൻ ഒരു പരിധിവരെ പുതിയ കോർപ്പറേഷൻ ഭരണത്തിലൂടെ BJPക്ക് സാധിച്ചെന്ന് വരാം. എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത് പോലെയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ CPM ആധിപത്യത്തിന് തിരശ്ശീല വീഴുകയാണ്. എക്കാലത്തുമുള്ളൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റ് ഉണ്ട്. CPM-നെയാണോ കോൺഗ്രസിനെയാണോ BJP ടാർഗറ്റ് ചെയ്യുന്നത് എന്നത്. BJPയുടെ വളർച്ച അനിവാര്യമാണ്. ദേശീയ തലത്തിൽ BJP രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ BJPക്ക് വളരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഏത് പാർട്ടിയാണ് ഇല്ലാതാകുന്നത് എന്ന് ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് ആണ് എന്നാണ് BJPക്കാർ കരുതിയിരുന്നത്, പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ BJPക്ക് വളരണമെങ്കിൽ കോൺഗ്രസ് അല്ല തളരേണ്ടത്, CPM ആണ് എന്ന തിയറി ഇപ്പോൾ മാത്രമാണ് BJPക്കാർ തിരിച്ചറിഞ്ഞത്. ഒറ്റ കാരണമേ ഉള്ളതിന്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെ ആ ഹിന്ദു പാർട്ടിക്ക് ക്ഷയമുണ്ടായാൽ മാത്രമേ മറ്റൊരു ഹിന്ദു പാർട്ടിയായ BJPക്ക് വളർച്ചയുണ്ടാവൂ. ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ.